ിക്കുന്നത് ഒരാൾക്ക് വേറൊരാളോട് ഏതൊരു പ്രായത്തിൽ വേണമെങ്കിലും ചെയ്യാം. സ്കൂൾ ലെവലിൽ ചെയ്യാം, കോളേജ് ലെവലിൽ ചെയ്യാം, ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനാണെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാം. ബുള്ളിയിങ് എന്നുള്ളത് ഒരു പ്രായത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭത്തിലോ ഉണ്ടാവാൻ പറ്റുന്ന ഒരു സംഭവം അല്ലാന്ന് നമുക്ക് മനസ്സിലാവും. പലതരത്തിലുള്ള ബോഡി ഷേമിംഗ് കമന്റ്സ്, ട്രൊമാറ്റിക് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ട്രൊമാറ്റിക് എക്സ്പീരിയൻസുകൾ വേറൊരാൾക്ക് കൊടുക്കുന്നത്, ഇതെല്ലാം ഭയങ്കര കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ബോഡി ഷെയ്മിങ് ഒരു റൂൾ അല്ലല്ലോ എന്ന് പറയുന്നത് തന്നെ ഒരാളുടെ എത്ര എത്ര നോൺ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണത്. മറ്റുള്ളവർക്ക് എന്ത് വേദനിക്കുന്നോ അതുപോലെയുള്ളതിനൊരു മനസ്സ് എനിക്കുണ്ട്. എന്നെ ആരും വേദനിപ്പിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെയും വേദനിപ്പിക്കാതെ നോക്കുക. അതൊരു ജോക്കല്ലേ, അതൊരു തമാശയല്ലേ? അതായത് പ്രായത്തിന്റെ അറിവുകേടല്ലേ? ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. എനിക്ക് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് എന്നെ കണ്ടുപിടിക്കുക, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ സ്കൂൾ ഡേയ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് പകരം ഇതിനൊക്കെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, അതായത് മാതൃകാപരമായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പണിഷ്മെന്റ്സ് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഒരുപാട് തരത്തിലുള്ള നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കും. വേദനയും എല്ലാവരുടെ സങ്കടവും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം നമ്മൾ. ആൻഡ് ബി കൈൻഡ് ടു വൺ അനദർ. Dr. Gayatri Menon, clinical psychologist.